കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. നമ്മുടെ ഇഗ്നോ ഫോക്കസിന്റെ 5th സീരീസ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പേപ്പറാണ് BPCC 102. നമ്മുടെ BA സൈക്കോളജിയിലെ നമ്മുടെ സെക്കൻഡ് പേപ്പർ ആണ് കേട്ടോ. സെക്കൻഡ് സൈക്കോളജി പേപ്പർ ആണ്, ബയോ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പർ. അപ്പോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ, നമ്മുടെ ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്ന സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുന്നേ നടന്ന എക്സാമിന്റെ ബേസിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിനെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ പോവാണ്. അതായത് ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത്, ഏത് ബ്ലോക്കിനാണ് ഒന്നും കൂടെ വെയിറ്റേജ് ഉള്ളത്, ഏത് യൂണിറ്റിനാണ് ഒന്നും കൂടെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ സീരീസിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്യുന്നതിന്റെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാം. കോൺഫിഡൻസോട് കൂടെ അവരെ എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, അവരുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക ഈ സീരീസിലൂടെ എന്നുള്ളതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോ ഈ സെഷനിലേക്ക് പോവാം അല്ലെ. അപ്പോ ബയോ സൈക്കോളജി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സീരീസിന്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക് വൈസ് നമ്മൾ ഏതിനൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, പാറ്റേൺ എന്താണ്, നമ്മുടെ ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, എന്താണ് ക്വസ്റ്റ്യന്റെ ഫോർമാറ്റുകൾ, മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ എത്ര സമയം വെച്ചിട്ട് എക്സാം എഴുതണം, ടൈം എങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ, അതായത് നമ്മൾ പറഞ്ഞു എക്സാം പാറ്റേൺ, അതായത് നമ്മുടെ ആ ഒരു ഫോർമാറ്റിനനുസരിച്ച് ടൈം എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ഈ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ് കേട്ടോ. അതായത് സിലബസ് മാപ്പിംഗ്, ബ്ലോക്ക് വൈസ് ഒരു ഓവർവ്യൂ. നമ്മൾ പറയില്ലേ ന്യൂറോൺസ് ആൻഡ് സിനാപ്സസ്, CNS, PNS, ലോബ്സ്, എൻഡോക്രൈൻ, ഇത്രയും ബ്ലോക്സുകൾ ഉണ്ട് അല്ലെ നമ്മുടെ ഒരു ബയോ സൈക്കോളജിയിൽ. അപ്പൊ ഓരോ ടോപ്പിക്സിന്റെ വെയിറ്റേജ് എത്രത്തോളം ഉണ്ട്, നമ്മൾ എത്രത്തോളം അതിന് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നെ ഒരു എക്സാം പാറ്റേൺ അനാലിസിസ്, നമ്മുടെ സെക്ഷൻ ഫോർമാറ്റുകൾ, ചോയ്സ് പാറ്റേൺസ് ഏതൊക്കെയാണ്, മാർക്ക് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അതായത് എക്സ്പെക്ട് ചെയ്യുന്ന ബ്രെഡ്ത്തും ഡെപ്തിനെ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യം നോക്കും. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂസ്, അതായത് കൺസോളിഡേറ്റഡ് ആയിട്ട്, റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിയർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, പ്രിസൈസ് ആയിട്ട് കറക്റ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, അതായത് വെയിറ്റിന്റെ ബേസിൽ നമ്മൾ ഏതൊക്കെ യൂണിറ്റിനാണ് കുറച്ചും കൂടെ പ്രോബബിലിറ്റി ഓഫ് ചാൻസ് ഉള്ളത്. അതായത് ഇപ്പം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെൻസറി സിസ്റ്റംസ്, ഹോർമോൺസ്, ബിഹേവിയേഴ്സ്, ബ്രെയിൻ ബിഹേവിയർ റിലേഷൻസ്, ഇങ്ങനത്തെ ടോപ്പിക് ഒന്നും കൂടെ ഒരു ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഇതിന്റെ ബേസിൽ നമ്മുടെ ഈ സീരീസിന്റെ ലാസ്റ്റിൽ, ഈ സെഷന്റെ ലാസ്റ്റിൽ നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാമിന്റെ അതേ ഒരു മോഡലിലുള്ള മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക, നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ടി അതേപോലെ തന്നെ നല്ല രീതിയിൽ ടൈമിംഗ് കൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡിഫിക്കൽട്ട് ആണോ ചോദിച്ചാൽ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന കറന്റ് ടോപ്പിക്സ് ഒക്കെ ഒരു ഫോക്കസ് ചെയ്ത് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീം, കൺസൈറ്റ്സ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസേഴ്സ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സെൽഫ് ഇവാലുവേഷൻ ചെയ്യേണ്ടത്, നമ്മൾ മാർക്കിംഗിന്റെ ബേസിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എങ്ങനെ സെൽഫ് ഇവാലുവേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോ ഇതിന്റെ ഒരു മെയിൻ മെത്തഡോളജി എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ജൂൺ അല്ലെങ്കിൽ ഡിസംബർ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട്, അതായത് മുന്നേയുള്ള ജൂൺ അല്ലെങ്കിൽ ഡിസംബർ ആ സെഷൻസിലുള്ള പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് അതിന്റെ വെയിറ്റിംഗ് ടോപ്പിക്സ്, എത്രത്തോളം ഫ്രീക്വൻസി ഉണ്ട് ഒക്കോർ ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ സെക്ഷൻസ് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഇനി വരാൻ പോകുന്ന ടോപ്പിക്സിന്റെ ഒരു പ്രഡിക്ഷൻ, അതായത് റീസെന്റ് ആയിട്ട് ഏതായിരിക്കും ചോദിക്കുക, പിന്നെ കൺസെപ്റ്റൽ സെൻട്രാലിറ്റി എങ്ങനെയാ, അതായത് നമുക്ക് എവിടേക്കാണ് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ബ്രെയിൻ കപ്പാസിറ്റി ആണ് അല്ലെ, നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ബേസിൽ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യുക.
പിന്നെ അതേപോലെ തന്നെ ഹെമിസ്ഫെറിക് ലാറ്ററൈസേഷൻ ഒക്കെ പറയുന്ന സെക്ഷൻസ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ ഒരു സീരീസിൽ എന്താണ് നമ്മൾ നമ്മുടെ ബ്ലോഗ്സ് ഒക്കെ ഒന്ന് മാപ്പ് ചെയ്തിട്ട് കറക്റ്റ് ഒരു മോക്ക് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ടൈം ബേസിൽ സെറ്റ് ചെയ്തിട്ട് മാർക്കിംഗ് സ്കീം എല്ലാം ഡിസംബർ 2025 ആ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്യുക. എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സീരീസിലൂടെ എന്താണ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല കോൺഫിഡന്റോട് കൂടെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഒക്കെ എക്സാമിന്റെ റെലവൻസിന്റെ ബേസിൽ എങ്ങനെയാണെന്നുള്ള നോക്കുന്നത്. ഒരു ഡയഗ്രാം പോലെ, അതായത് നമ്മളൊരു ബാർ ഗ്രാഫ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ എന്താ വെച്ചാൽ നമുക്ക് 4 ബ്ലോക്സ് ഉണ്ട് അല്ലെ. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 എന്നൊക്കെ പറഞ്ഞ് 4 ബ്ലോക്ക് ഉണ്ട്. അപ്പോ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 4 ബ്ലോക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് 1ലാണ് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് അപ്പയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. 57 ഓളം ക്വസ്റ്റ്യൻസ് അപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ബ്ലോക്ക് 4ലെ ഹോർമോൺസ്, റിതംസ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ ബ്ലോക്കിനാണ് പിന്നെ ഉള്ളത്. പിന്നെ സെക്കൻഡ് ബ്ലോക്കിന്, പിന്നെ തേർഡ് ബ്ലോക്കിന്, ആ രീതിയിലാണ് പോകുന്നത്. ഇനി ഹീറ്റ് മാപ്പ് ആണ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വേഴ്സസിൽ, അതായത് ഫ്രീക്വൻസിന്റെ ബേസിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ഇതില് പറയുമ്പോഴത്തേക്ക് വെച്ചാല് ബ്ലോക്ക് 1ല് യൂണിറ്റ് 1ഉം 2 അല്ലെ, ഒരു 2 യൂണിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടുതലാണ്, 32ഉം 25. ബ്ലോക്ക് 2 ആണെങ്കിലോ യൂണിറ്റ് 3, ബ്ലോക്ക് 4 അതേപോലെ തന്നെ ബ്ലോക്ക് 3ല് യൂണിറ്റ് 4, ബ്ലോക്ക് 4ല് യൂണിറ്റ് 5, യൂണിറ്റ് 6ഉം. അപ്പോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അപ്പയർ ചെയ്ത് കണ്ടിട്ടുള്ളത് ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1നും ബ്ലോക്ക് 3ലെ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 3ലുമാണ് കേട്ടോ. പിന്നൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കോംപ്രഹെൻസീവ് ആയിട്ട് ഒരു ടാബിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക്, അതിന്റെ യൂണിറ്റുകൾ, ടോപ്പിക്സ് എത്രത്തോളം അപ്പയർ ചെയ്തിട്ടുണ്ട്, എത്ര ടോപ്പിക്സ് അപ്പയർ എത്ര തവണ ചെയ്തിട്ടുണ്ട്, അതിന്റെ റെലവൻസ്. ഓക്കെ, നമ്മുടെ ബ്ലോക്ക് 1 ആണ് ന്യൂറൽ ഫൗണ്ടേഷൻസ്. അതിലെ യൂണിറ്റ് 1 ന്യൂറോൺസ് ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതിലെ ടോപ്പിക് ആണ് ന്യൂറോൺ സ്ട്രക്ചർ ആൻഡ് ടൈപ്സ് എന്ന് പറയുന്ന ടോപ്പിക്. അത് 12 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഹൈ റെലവൻസ് ആണ്. ബ്ലോക്ക് 1ലെ തന്നെ യൂണിറ്റ് 1ലെ തന്നെ വേറൊരു ടോപ്പിക് ആണ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അത് 14 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിന് ഹൈ റെലവൻസ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു യൂണിറ്റിലെ തന്നെ വേറെ ടോപ്പിക് ആണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആൻഡ് ന്യൂറൽ റീജനറേഷൻ. 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ് കേട്ടോ. ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ലെ ഈ ഒരു ടോപ്പിക് മറ്റു 2 ടോപ്പിക്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മീഡിയം റെലവൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഏതാണ്? നെർവസ് സിസ്റ്റം ഓർഗനൈസേഷൻ ആണ്. അതിലെ CNSഉം സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെയും ഓർഗനൈസേഷൻ 11 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഹൈ റെലവൻസ് ആണ്. ഓക്കെ, ഇനി അതേ യൂണിറ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ തന്നെ വേറെ ടോപ്പിക് ആണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ANS എന്ന് പറയുന്നത്. അത് 9 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. പിന്നെ ക്രേനിയൽ ആൻഡ് സ്പൈനൽ നെർവ്സ് യൂണിറ്റ് 2ലെ അത് 5 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതിനും മീഡിയം റെലവൻസ് ആണ് കേട്ടോ. ഇനി ബ്ലോക്ക് 2 ഏതാണ്? ബ്രെയിൻ ഓർഗനൈസേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് ആണ്. അതിലെ യൂണിറ്റ് 3 ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ലാറ്ററൈസേഷനിലെ ടോപ്പിക്സ് ലോബ്സ് ആൻഡ് കോർട്ടിക്കൽ ഫംഗ്ഷൻസ് 13 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഹൈ റെലവൻസ് ആണ്. അടുത്ത ടോപ്പിക് ആണ് ലിംബിക് സിസ്റ്റം ആൻഡ് ഇമോഷൻ. 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. അതേ യൂണിറ്റിലെ വേറെ ടോപ്പിക് ആണ് ഹെമിസ്ഫിയറിക് ലാറ്ററൈസേഷൻ ആൻഡ് സ്പ്ലിറ്റ് ബ്രെയിൻ. 10 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഹൈ റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 3 എന്ന് പറയുന്നത് സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് 4 സെൻസറി സിസ്റ്റം ആൻഡ് പെർസെപ്ഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ വിഷ്വൽ സിസ്റ്റം, അതേപോലെ തന്നെ ഓഡിറ്ററി സിസ്റ്റം, സൊമാറ്റോ സെൻസറി ആൻഡ് പെയിൻ, ഈ 3 ടോപ്പിക്സും അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിൽ വിഷ്വൽ സിസ്റ്റം 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. ഓഡിറ്ററി സിസ്റ്റം 5 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിനും മീഡിയം റെലവൻസ് ആണ്. സൊമാറ്റോ സെൻസറി ആൻഡ് പെയിൻ എന്ന് പറയുന്നത് 4 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ലോ റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് ഹോർമോൺസ്, റിതംസ് ആൻഡ് മെത്തേഡ്സ് യൂണിറ്റ് 5 എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് ബിഹേവിയർ. അതിലെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺസ്, എല്ലാ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അതിലെ ഹോർമോൺസുകളും അത് 12 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഹൈ റെലവൻസ് ആണ്. ഓക്കെ, ഇനി യൂണിറ്റ് 5ല് അതായത് ഈ എൻഡോക്രൈൻ സിസ്റ്റം ആൻഡ് ബിഹേവിയറിൽ തന്നെ മറ്റു 2 ടോപ്പിക്സ് ആണ് സ്ട്രെസ് ആക്സിസും HPA, ഹോർമോൺസ് ആൻഡ് സെക്ഷൽ ബിഹേവിയർ. ഈ 2 ടോപ്പിക്കിൽ സ്ട്രെസ് ആക്സിസ് 9 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. ഹോർമോൺസ് ആൻഡ് സെക്ഷൽ ബിഹേവിയർ 6 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. ഇനി ബ്ലോക്ക് 4ലെ അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 6 ബയോളജിക്കൽ റിതം, സ്ലീപ്പ് ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്ന യൂണിറ്റ്. ഇതിലെ 3 ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്ലീപ്പ് സ്റ്റേജസും ഫംഗ്ഷൻസും, അതേപോലെ തന്നെ ബയോളജിക്കൽ റിതംസ് ആൻഡ് സർക്കാഡിയൻ, പിന്നെ മെത്തേഡ്സ് ഇൻ ബയോസൈക്കോളജി. അതില് സ്ലീപ്പ് സ്റ്റേജസ് ആൻഡ് ഫംഗ്ഷൻസ് 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. ബയോളജിക്കൽ റിതം ആൻഡ് സർക്കാഡിയൻ എന്ന് പറയുന്നത് 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്.
യൂണിറ്റ് 6 മെത്തേഡ്സ് ഇൻ ബയോ സൈക്കോളജി അതിലെ ലീഷൻസ് ഇമേജിംഗ് ഒക്കെ ഇല്ലേ, അത് 7 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. ഓക്കെ, ഈ സ്കോറിംഗ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, ഹൈ എന്ന് വെച്ചാൽ എന്താണ്, 10 കൂടുതൽ അല്ലെങ്കിൽ 10 ആ ഒരു അപ്പിയറൻസ് കാണിക്കുമ്പോൾ ഹൈ റെലവൻസ് ആയിട്ടും, മീഡിയം എന്ന് പറയുമ്പോൾ 5 to 9 അപ്പിയറൻസ്, ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5. ഓക്കെ, അപ്പോ ഇനി നമ്മൾ 3 ഹൈ ഉള്ള ടോപ്പിക്സ് ആണ് കേട്ടോ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് 14 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ലോബ്സ് ആൻഡ് കോർട്ടിക്കൽ ഫംഗ്ഷൻസ് 13 തവണയും ന്യൂറോ സ്ട്രക്ചേഴ്സ് ആൻഡ് ടൈപ്സ് 13 തവണയും 12 തവണയും കണ്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എൻഡോക്രൈൻ ഗ്ലാൻസിനെയും ഹോർമോൺസിനെയും കൂടി ഒന്നും കൂടി ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അപ്പോ ഇതെന്താ വെച്ചാൽ നമുക്ക് ഷോർട്ട് നോട്ട്സും ലോങ് ആൻസേഴ്സ് ഒക്കെ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പല രീതിയിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഡയഗ്രാംസ് ആഡ് ചെയ്യേണ്ടിട്ട് ഡയഗ്രാം കൊടുക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ എക്സാം എഴുതാം. ഇനി ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നടത്താൻ പോകും. ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി. നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, നമുക്ക് ലോങ് എസ്സേസ് ഉണ്ട്, ഷോർട്ട് എസ്സേസ് ഉണ്ട്, ഷോർട്ട് നോട്ടുകൾ ഉണ്ട്. ലോങ് എസ്സേ വെച്ചാൽ സ്ട്രക്ചേർഡ് ആൻസേഴ്സ് ആണ്. ടിപ്പിക്കലി 10 മാർക്കിന് ചോദിക്കും. ഏകദേശം ഒരു 250-300 വേർഡ്സിന് നമ്മൾ ആൻസർ ചെയ്യണം. അതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഡെഫിനേഷൻസ്, മെക്കാനിസംസ്, നീറ്റ് ആയിട്ട് ലാബൽ ചെയ്ത ഡയഗ്രാംസ് ഒക്കെ നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ ഷോർട്ട് എസ്സേസ് എന്ന് വെച്ചാൽ അനലിറ്റിക്കൽ റെസ്പോൺസുകളാണ്. ടിപ്പിക്കലി 5 മാർക്കിന് ഞാൻ ചോദിക്കാറ്. അപ്രോക്സിമേറ്റ് ആയിട്ട് 150 to 180 വേർഡ്സിന് നമ്മൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ കൂടുതലും നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ വെച്ചാല് നമ്മള് സ്റ്റെപ്സുകള്, കമ്പാരിസൺസ്, അതേപോലെ തന്നെ അല്ലെങ്കിൽ അപ്ലൈഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഷോർട്ട് നോട്ട് ആയിട്ട് വരുന്ന നമ്മൾ എങ്ങനെ വെച്ചാൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ടിപ്പിക്കലി 3 മാർക്കാണ്. ഏകദേശം ഒരു 80 to 120 വേർഡ്സിനാണ് ക്യാപ്ചർ ചെയ്യുക കോർ കൺസെപ്റ്റ് വരുന്നത്. അതിൽ എക്സാമ്പിൾസ് അതേപോലെ തന്നെ ഒരു ഇംപ്ലിക്കേഷനും കൊടുക്കുക. പിന്നെ ഡയഗ്രാം അല്ലെങ്കിൽ ലാബൽ പ്ലസ് ബ്രീഫ് എക്സ്പ്ലനേഷൻ, അതായത് ടിപ്പിക്കലി 5 മാർക്കിനാണ് ചോദിക്കുക. ആക്യുറേറ്റ് ലാബൽ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ അപ്രോക്സിമേറ്റ് ആയിട്ട് 120 to 150 വേർഡ്സ് ഡിസ്ക്രൈബ് ചെയ്യുക, അതിന്റെ ഫംഗ്ഷൻസോ പാത്വേസോ എന്താണെങ്കിലും. പിന്നെ ഭയങ്കര ഷോർട്ട് അല്ലെങ്കിൽ ഡെഫിനേഷൻസ് ടിപ്പിക്കലി 2 മാർക്കിനാണ് ചോദിക്കുക. 40 to 60 വേർഡ്സ് നിങ്ങൾ എഴുതുക, ക്രിസ്പ് ഡെഫിനേഷൻ കൊടുക്കുക, ഒരു സൈലന്റ് ഫീച്ചേഴ്സും കൊടുക്കുക. പിന്നെ കേസ് വിഗ്നന്റ്, അതായത് 5 to 10 മാർക്കിന് ചോദിക്കാറ്. ബ്രീഫ് ആയിട്ട് ആ ഒരു സിനാറിയോ, അതായത് നമ്മൾ ആ ഒരു പാത്വേ ഐഡന്റിഫിക്കേഷൻസ് ബ്രീഫ് ആയിട്ട് കൊടുക്കുക. മെക്കാനിസം ബേസ്ഡ് റീസണിങ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇത് ഇറഗുലർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. MCQ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓരോ മാർക്ക് ആയിരിക്കും കേട്ടോ. പക്ഷെ റയർ ആയിട്ട് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ അത് ലിമിറ്റഡ് ആയിരിക്കും, കുറച്ച് നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് 4 രീതിയിലാണ് കേട്ടോ. ലോങ് എസ്സേസ് 10 മാർക്കിനെ ചോദിക്കാറ്. 250 മുതൽ 300 വേർഡ്സ് വരെയാണ് ഉണ്ടാവാറ്. നമ്മൾ കൂടുതലും കമാൻഡിലെ ഓർഗനൈസേഷൻ രീതിയിൽ ആക്സസ് ചെയ്യുക. നമ്മൾ കൺസ്ട്രക്ട് ഡിഫൈൻ ചെയ്യുക, അതേപോലെ തന്നെ പാത്വേസ് അല്ലെങ്കിൽ മെക്കാനിസംസ് ഔട്ട്ലൈൻ ചെയ്യുക, ഡയഗ്രാമിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇംപ്ലിക്കേഷൻസും എക്സാമ്പിൾസും വെച്ചിട്ട് അത് കൺക്ലൂഡ് ചെയ്യുക. കൂടുതലും എക്സാമിനേഴ്സ് കാണിക്കുക, അതായത് നമ്മളെ എന്താ പറയാ, എക്സാമിനേഴ്സ് നോക്കുന്ന ലോജിക്കൽ ഫ്ലോ ആയിരിക്കും. കറക്റ്റ് ടെർമിനോളജി, പ്രിസൈസ് ആയിട്ടുള്ള ലാബലിംഗ്, പിന്നെ സ്കോറിംഗ് റിവാർഡ്സ് ഒക്കെ ഇത് കാണുമ്പോഴാണ് കൊടുക്കുക. എങ്ങനെ വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, അതിനൊരു ബോഡി ഉണ്ടാവണം, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവണം, പിന്നെ ആക്യുറസി, ഡയഗ്രാംസ് ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ കൊടുത്തിട്ട് എഴുതണം. പിന്നെ ഷോർട്ട് എസ്സേസ് 5 മാർക്കിനാണ്. 150 to 180 വേർഡ്സ് ആണ് ഉണ്ടാവാറ്. നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മെക്കാനിസം, കോർ മെക്കാനിസം എന്താണ്, അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ കോസ് ആൻഡ് എഫക്ട് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടോ, ഒരു സെൻട്രൽ ഐഡിയ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു 2-3 ബുള്ളറ്റ്സ് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ പറയില്ലേ സിനാപ്റ്റിക് ട്രാൻസ്മിഷന്റെ സ്റ്റെപ്സ് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ. പിന്നെ കറക്റ്റ്നെസ് മാർക്ക് ചെയ്യുക. പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ട് ഒരു മിനി ഡയഗ്രാം വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ കൊടുക്കുക, അതൊന്നും കൂടെ വാല്യൂ ചെയ്യൂ കേട്ടോ. പിന്നെ ഷോർട്ട് നോട്ട് 3 മാർക്കിനാണ്. 80 to 120 വേർഡ്സിനാണ് ഉണ്ടാവുക. നമുക്ക് തന്ന ക്വസ്റ്റ്യൻസ് കൺസൈസ് ആയിട്ട് മനസ്സിലാക്കി ഒരു സിംഗിൾ കൺസെപ്റ്റ് പോലെ എഴുതുക. ഇത് ഹൈ സ്കോർ, അതായത് നമ്മുടെ ഡെഫിനിഷൻസ്, അതേപോലെ മെക്കാനിസം, എക്സ്പ്ലെയിൻ, എക്സാമ്പിൾസ്, പിന്നെ എന്താ പറയാ ബുള്ളറ്റിൻസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ എഴുതാം. പിന്നെ ഡയഗ്രാംസ് ഓർ ലാബൽ പ്ലസ് ബ്രീഫ് എക്സ്പ്ലനേഷൻ, നമ്മൾ വിഷ്വലി ആക്യുറേസി, അതായത് നമ്മളൊരു ഡയഗ്രാം വരച്ച് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പിന്നെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് ഇപ്പൊ ഒരു വിഷ്വൽ പാത്വേ ഉണ്ടെങ്കിൽ അതിന്റെ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് നന്നായിട്ട് എഴുതുക. അതേപോലെ 4 to 5 സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുക. പിന്നെ അനാട്ടമിക്കൽ കറക്റ്റ്നെസ്സും പിന്നെ എലിജിബിൾ ആയിട്ടുള്ള ലാബൽസും ഈ സ്ട്രക്ചേഴ്സ് ലിങ്ക് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് കൊടുക്കണം കേട്ടോ. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് എങ്ങനെയാണ്, ലാസ്റ്റത്തെ 5 സെഷൻസ് നമ്മൾ എടുത്ത സമയത്ത് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ബ്ലോക്ക് 1 ഫൗണ്ടേഷൻ ആൻഡ് മെത്തേഡ്സ് എന്ന് പറയുന്ന ബ്ലോക്ക് ഫെബ്രുവരി 2024 ആയിരുന്നു. ജൂൺ 2024
24 25 ആയിരുന്നു. ജൂൺ 2024 24, ഡിസംബർ 2024 26, ഫെബ്രുവരി 25 24, ജൂണില് 25, ജൂൺ 2025 25. അപ്പൊ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ഈ 5 സെഷൻസിലും 24.8% ആണ്. 24.8 ആണ് ടോട്ടൽ ഷെയർ വരുന്നത്. 24.8%. ബ്ലോക്ക് 2 ന്യൂറോ അനാട്ടമി ആൻഡ് സിസ്റ്റംസ്, ഇത് ഫെബ്രുവരി 24 27, ജൂൺ 2024 28, ഡിസംബർ 2024 26, ഫെബ്രുവരി 2025 27, ജൂൺ 2025 27. ആവറേജ് എന്ന് പറയുന്നത് 27 തന്നെയാണ് കേട്ടോ. ടോട്ടൽ ഷെയർ 27% ആണ്. ഇനി ബ്ലോക്ക് 3 സെൻസറി ആൻഡ് മോട്ടോർ എന്ന് പറയുന്നത് ഫെബ്രുവരി 2024 24, ജൂൺ 2024 23, ഡിസംബർ 2024 24, ഫെബ്രുവരി 2025 25, ജൂൺ 2025 23. ഇതിൽ ആവറേജ് പറയുന്നത് 23.8 ആണ്. ടോട്ടൽ ഷെയർ വരുന്നത് 23.8%. ഇനി ബ്ലോക്ക് 4 ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ഫെബ്രുവരി 2024 24, ജൂൺ 2024 25, ഡിസംബർ 2024 24, ഫെബ്രുവരി 2025 24, ജൂൺ 2025 25. ആവറേജ് എന്ന് പറയുന്നത് 24.4, ടോട്ടൽ ഷെയർ 24.4%. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാകും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആയിട്ട് കാണിക്കുന്നത്. ഇതില് ഒരു ഓറഞ്ച് റെഡ് ആ ഒരു ഷെയ്ഡ് വരുന്നത് ലോങ് എസ്സേസിന്റെ ഒരു ഇതും, അതായത് ഫെബ്രുവരി 2021 മുതൽ ജൂൺ 2025 വരെ നോക്കുന്ന സമയത്ത് 2021 നല്ല രീതിയിൽ തന്നെ 35 എബോവ് ഉണ്ടായിരുന്നു പെർസെന്റേജ് ഉണ്ടായിരുന്നു ലോങ് എസ്സേസിന്റെ ഒരു ഇത്. പിന്നെ സ്ലൈറ്റ് ആയിട്ട് ഡിക്ലൈൻ ചെയ്തു, 35 താഴെയായി ജൂൺ 2025 എത്തിയപ്പോഴത്തേക്ക്. പക്ഷേ ഷോർട്ട് എസ്സേസ് സ്റ്റേബിൾ, ഏകദേശം ഒരു സ്റ്റേബിൾ എന്നുള്ള രീതിയിൽ തന്നെ നിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോർട്ട് നോട്ട്സുകള് ഇതേപോലെ തന്നെ ഒരു ഫെബ്രുവരി മുതൽ ജൂൺ 2021 ജൂൺ 2021 മുതലൊക്കെ ഇങ്ങനെ സ്റ്റേബിൾ ആയിരുന്നു. പിന്നെ സ്ലൈറ്റ് ഇൻക്രീസ് വന്നു. പിന്നെ അത് ഒരു ഡിസംബർ 2023 മുതൽ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഡയഗ്രാംസും ലേബൽസും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജൂൺ 2025 ആയപ്പോഴത്തേക്ക്. ഓക്കെ, ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് പറയുന്നത്. ഡയഗ്രാം ഓർ ലാബലിംഗ് ഈസ് റൈസിംഗ് അല്ലെ, നമ്മള് ഒരു ഗ്രാഫിൽ കണ്ടു. ഏകദേശം 10 മുതൽ 12% വരെ 2021 കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഇൻക്രീസ് ചെയ്തിട്ട് 17 to 18% ആയിട്ട് ജൂൺ 2025 മാറി. നല്ല രീതിയിൽ തന്നെ ഫ്ലക്ച്വേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിഷ്വൽ അനാറ്റമിക്കൽ ഇതിന് നല്ല രീതിയിൽ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് എസ്സേസ് ഒന്ന് സ്ലൈറ്റ് ആയിട്ടൊന്ന് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 30%, 34% വരെ. പിന്നെ ഷോർട്ട് നോട്ട്സുകൾ ടാമ്പർ ചെയ്യുക ചെയ്തത് 20 to 22% വരെ ഏർലി മുന്നേ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇത് ഡിക്ലൈൻ ചെയ്തു, 18% ആയി. പിന്നെ വീണ്ടും അതെന്ത് ചെയ്തു, 30 to 32% ആയിട്ട് ഒന്നിങ്ങനെ ഹൈ ആയിട്ട് വന്നു. ഓക്കെ, ഇനി നമ്മൾ 100 മാർക്കിന്റെ പേപ്പറിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. 100 മാർക്കിന്റെ പേപ്പർ നമുക്ക് 3 ഹവർ ആണ് എക്സാം വരുന്നത്. അതായത് ടൈം പ്രൊപ്പോർഷണലി നമ്മൾ അലോക്കേറ്റ് കൊടുക്കുക വെയിറ്റിനനുസരിച്ച്. ഓക്കെ, ലോങ് എസ്സേസിന് നമ്മളൊരു ഏകദേശം 34%, അതായത് 60 to 65 മിനിറ്റ്സ് എടുക്കുക. ഇതിൽ നമ്മൾ 3 or 4 എസ്സേസ് പ്ലാൻ ചെയ്യുക, ഓരോന്നിനും 15 മുതൽ 18 മിനിറ്റ് വരെ വെച്ചിട്ട്. ഷോർട്ട് എസ്സേസ് ആണെങ്കിൽ 31% ആണല്ലോ, 55 to 60 മിനിറ്റ്സ് എടുക്കുക. 6 to 7 ആൻസേഴ്സ് ഉണ്ടാവും. അപ്രോക്സിമേറ്റ് 8 മിനിറ്റ്സ് വെച്ചിട്ട് എടുക്കുക ഓരോ ക്വസ്റ്റിനും. ഷോർട്ട് നോട്ട്സുകൾക്ക് നമ്മൾ 18% ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് കാണാറ്. അപ്പോൾ 30 to 35 മിനിറ്റ്സ് വെക്കുക. അപ്രോക്സിമേറ്റ് 6 ഐറ്റംസ് ഉണ്ടാവും. 5 to 6 മിനിറ്റ്സ് വെച്ചിട്ട് എടുക്കുക. ഡയഗ്രാം ആൻഡ് ലേബൽസിന് 17% ആണ്, 30 to 35 മിനിറ്റ് ആണ് എടുക്കേണ്ടത്. 3 to 4 ഐറ്റംസ് വരെ ഉണ്ടാവും. 8 to 10 മിനിറ്റ്സ് വരെ എടുക്കുക.
10 മുതൽ 15 മിനിറ്റ് ഒന്ന് റിസർവ് ചെയ്ത് വെക്കാം, നമുക്ക് സ്കാൻ ചെയ്യാനും പേപ്പർ, മാർജിന്, പ്ലാനിങ്, ഫൈനൽ റിവ്യൂ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന 10 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ പറയുന്ന ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക് വേഴ്സസ്. അപ്പോ അതിൽ ഒന്നാമത്തെ എക്സ്പ്ലെയിൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, റിലീസ്, റിസപ്റ്റർ ബൈൻഡിങ്, ഇനാക്ടിവേഷൻ ആൻഡ് റിയാപ്ടേക്ക്, അപ്പിയറൻസ് കൗണ്ട് 8 കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ ന്യൂറോൺ വിത്ത് എ ലാബിൾഡ് ഡയഗ്രാം, 7 ടൈം അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് CNS ആൻഡ് PNS, ഔട്ട്ലൈൻ മേജർ ഡിവിഷൻ ആൻഡ് ഫംഗ്ഷൻ, 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഡിസ്കസ് കോർട്ടിക്കൽ ലോബ്സ് ആൻഡ് ദെയർ പ്രിൻസിപ്പൽ ഫംഗ്ഷൻസ്, 7 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഹെമിസ്ഫിയറിക് ലാറ്ററൈസേഷൻ വിത്ത് സ്പ്ലിറ്റ് ബ്രെയിൻ എവിഡൻസ്, 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ട്രേസ് ദ വിഷ്വൽ പാത്വേ ഫ്രം റെറ്റിന ടു പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്, 5 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് സർവേ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺസ് റെലവെന്റ് ടു ബിഹേവിയർ, 7 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഔട്ട്ലൈൻ ദി HPA ആക്സിസ് ആൻഡ് സ്ട്രെസ് റെസ്പോൺസ്, 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് സ്ലീപ് സ്റ്റേജസ്, NREM ഓർ REM ആൻഡ് their functions, 6 കേട്ടോ. പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് ഇൻ ബയോസൈക്കോളജി, ലീഷൻസ്, EEG, FMRI, ഏതെങ്കിലും ഒന്ന് ഇതിൽ എങ്ങനെയുള്ള ഏതെങ്കിലും 2 മെത്തേഡ്സുകൾ. 5 അപ്പിയറൻസ് കൗണ്ട് വരുന്നത് കേട്ടോ. അതാണ് ഫ്രീക്വൻസി ടാബിള്. ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, സ്റ്റെപ്സ് ആൻഡ് മെക്കാനിസം എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 8 ആണ്, ആവറേജ് മാർക്ക് 7 ആണ്. ന്യൂറോൺ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് വിത്ത് ഡയഗ്രാം, ബ്ലോക്ക് 1 യൂണിറ്റ് 1 തന്നെ ടോപ്പിക് ആണ്. അപ്പിയറൻസ് കൗണ്ട് 7 ആണ്, ആവറേജ് മാർക്ക് 6 ആണ്. CNS വേഴ്സസ് PNS, ഡിവിഷൻ ആൻഡ് റോൾസ്, ബ്ലോക്ക് 1 യൂണിറ്റ് 2 ടോപ്പിക് ആണ്. അപ്പിയറൻസ് 6 ആണ്, 5 തവണ 5 ആണ് ആവറേജ് മാർക്ക് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കോർട്ടിക്കൽ ലോബ്സ് ആൻഡ് ഫംഗ്ഷൻസ്, ബ്ലോക്ക് 2 യൂണിറ്റ് 3 ടോപ്പിക് ആണ്. അപ്പിയറൻസ് കൗണ്ട് 7 ആണ്, ആവറേജ് മാർക്ക് 8 ആണ്. ഇനി അടുത്ത ടോപ്പിക് ആണ് ഹെമിസ്ഫിയറിക് ലാറ്ററൈസേഷൻ, സ്പ്ലിറ്റ് ബ്രെയിൻ, ബ്ലോക്ക് 2 യൂണിറ്റ് 3 ടോപ്പിക് ആണ്. 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, 8 ആണ് മാർക്ക് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഷ്വൽ പാത്വേ റെറ്റിന, V1 പാത്വേ ആണ് പറയുന്നത് കേട്ടോ. ബ്ലോക്ക് 3 യൂണിറ്റ് 4 ടോപ്പിക് ആണ്. 5 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, 5 ആണ് മാർക്ക് വരുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ബിഹേവിയർ, ബ്ലോക്ക് 4 യൂണിറ്റ് 5 ടോപ്പിക് ആണ്. 7 ആണ് കൗണ്ട് വരുന്നത്, 8 ആണ് മാർക്ക്. HPA ആക്സിസ് ആൻഡ് സ്ട്രെസ്, ബ്ലോക്ക് 4 യൂണിറ്റ് 5 ടോപ്പിക് ആണ്. 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ആവറേജ് മാർക്ക് 6 ആണ്. സ്ലീപ് സ്റ്റേജസ്, REM വേഴ്സസ് NREM, ബ്ലോക്ക് 4 യൂണിറ്റ് 6 ടോപ്പിക് ആണ്. 6 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, 6 ആണ് വരുന്നത്, ആവറേജ് മാർക്ക്. മെത്തേഡ്സ് ഇൻ ബയോസൈക്കോളജി, ഏതെങ്കിലും 2 എണ്ണം, ബ്ലോക്ക് 4 യൂണിറ്റ് 6 ടോപ്പിക് ആണ്. 5 ആണ് ആവറേജ് മാർക്ക് വരുന്നത്, 5 ആണ് 5 ആണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല, 5 ആണ് കൗണ്ട് വരുന്നത്, 5 ആണ് ആവറേജ് മാർക്ക്. അപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്ക് 180 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോന്നും അസസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തത്. ഇതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത്രയും ടോപ്പിക്സ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ള അതായത് ഇത്രയും പെർസെന്റേജസ് ആണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിൽ 4% കണ്ടിട്ടുണ്ട്, ന്യൂറൽ സ്ട്രക്ചേഴ്സ് 4 കണ്ടിട്ടുണ്ട്, CNSഉം PNSഉം 3%, കോർട്ടിക്കൽ ലോബ്സ് 4%, ലാറ്ററലൈസേഷൻ 3%, വിഷ്വൽ പാത്വേ 3 ആണ്, എൻഡോക്രൈൻ ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 4% ആണ്. HPA ആക്സിസ് 6 ആണ്, സ്ലീപ് സ്റ്റേജസ് 3% ആണ്. HPA ആക്സിസ് 3%, സ്ലീപ് സ്റ്റേജസ് 3%, മെത്തേഡ്സ് ഇൻ ബയോസൈക്കോളജി 3% ആണ് കേട്ടോ. ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ ടോട്ടൽ ആയിട്ട് പറയുമ്പോഴത്തേക്ക് 65% ബാക്കിയുള്ള മൊത്തം ടോപ്പിക്സ് കവർ ചെയ്താല് ഓക്കെ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി പാനൽ എങ്ങനെയാണ് അഡ്വൈസ് ചെയ്യുന്ന ഒരു പാനലാണിത്. അപ്പോ ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് 2 പാസ് മാസ്റ്ററി, അതായത് ഓരോന്നിനും ഫോർ ഈച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, ഓരോ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിനും നമ്മൾ എന്ത് ചെയ്യണം, 5 മിനിറ്റ് കൊണ്ട് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക, 12 മിനിറ്റ് കൊണ്ട് എഴുതുക. നമ്മൾ പെട്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും സമയം വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഈ തന്ന ക്വസ്റ്റ്യൻസ് ഡയഗ്രാം ഡിസ്പ്ലിൻ, അതായത് ഒന്ന് ഡ്രോ ചെയ്യുക, പ്രീ ഡ്രോ ചെയ്യുക, ടെംപ്ലേറ്റ്സ്, ന്യൂറോൺസ്, ലോബ്സ്, HPA ആക്സിസ്, വിഷ്വൽ പാത്വേ, ഇതൊക്കെ ഒന്ന് ഡ്രോ ചെയ്യുക. എക്സാമിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ വരക്കാൻ ശ്രമിക്കുക. അതായത് 2 മിനിറ്റിന് താഴെ നിങ്ങൾ വരക്കുക മാർക്കിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് എവിഡൻസ് ക്യൂയിങ് ആ. ഇപ്പൊ നമ്മൾ ലാറ്ററൈസേഷൻ, സ്ലീപ്പ്, മെത്തേഡ്സ്, ഇതൊക്കെ ഒരു ക്ലാസിക് ഫൈൻഡിങ് ഒരു എക്സാമ്പിൾ കൊടുക്കുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് ട്രെയിന്, REM റീബൗണ്ട്, EEG വേഴ്സസ് FMRI ട്രെയിൻ ഓഫ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എഴുതുക. ഓക്കെ. ഇനി പ്രോബബിലിറ്റി മെട്രിക്സ് ആണ്. അതായത് നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റിയും അതേപോലെ തന്നെ അതിന്റെ പ്രൊഡിക്ഷൻ അനാലിസിസും ആണ് നടത്തുന്നത്. ബ്ലോക്ക് 1 ന്യൂറൽ ഫൗണ്ടേഷൻ, അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, F1. പ്രോബബിലിറ്റി 80 ആണ്, കാറ്റഗറി ഹൈ ആണ്.
അതിൽ തന്നെ വേറെ ടോപ്പിക്കാണ് ന്യൂറോ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. അതിന്റെ ഡയഗ്രാം കൊടുക്കാം. F2 എന്ന് പറയുന്നത് ഡയഗ്രാം കൊടുക്കുക. 70 ആണ് പ്രോബിലിറ്റി, ഹൈ ആണ് കാറ്റഗറി. പിന്നെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആൻഡ് റീജനറേഷൻ 40 ആണ് പ്രോബിലിറ്റി, മീഡിയം ആണ് കാറ്റഗറി. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 CNS വേഴ്സസ് PNS ഡിവിഷൻ ആൻഡ് റോൾസ് 60 ആണ് പ്രോബിലിറ്റി, മീഡിയം ആണ് കാറ്റഗറി. അതിൽ തന്നെ വേറെ ടോപ്പിക് ആണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. 40 ആണ് പ്രോബിലിറ്റി, മീഡിയം ആണ് കാറ്റഗറി. പിന്നെ ക്രേനിയൽ ആൻഡ് സ്പൈനൽ നെർവ്സ് 30 ആണ് പ്രോബിലിറ്റി, ലോ ആണ് കാറ്റഗറി. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ബ്രെയിൻ ഓർഗനൈസേഷൻ ആൻഡ് ഫംഗ്ഷൻ. അതിൽ യൂണിറ്റ് 3 ടോപ്പിക് ആണ് കോർട്ടിക്കൽ ലോബ്സ് ആൻഡ് ഫംഗ്ഷൻസ്. 70 ആണ് പ്രോബിലിറ്റി, ഹൈ കാറ്റഗറി ആണ്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 3 രണ്ട് ടോപ്പിക്സ് ഹെമിസ്ഫിയറിക് ലാറ്ററലൈസേഷൻ ആൻഡ് സ്പ്ലിറ്റ് ബ്രെയിൻ, ലിംബിക് സിസ്റ്റം ആൻഡ് ഇമോഷൻസ്. അതിൽ ഹെമിസ്ഫിയറിക് ലാറ്ററലൈസേഷൻ ആൻഡ് സ്പ്ലിറ്റ് ബ്രെയിൻ 60 ആണ് പ്രോബിലിറ്റി, മീഡിയം കാറ്റഗറി ആണ്. ലിംബിക് സിസ്റ്റം ആൻഡ് ഇമോഷൻസ് 40 ആണ് പ്രോബിലിറ്റി, മീഡിയം കാറ്റഗറി ആണ്. ഇനി ബ്ലോക്ക് 3 സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. അതിലെ യൂണിറ്റ് 4 3 ടോപ്പിക്സ് വിഷ്വൽ പാത്വേ റെറ്റിനയുടെ ഉണ്ട്. പിന്നെ ഓഡിറ്ററി സിസ്റ്റം, സൊമാറ്റോ സെൻസറി, പെയിൻ. അതില് വിഷ്വൽ പാത്വേ 50 ആണ് പ്രോബിലിറ്റി, മീഡിയം കാറ്റഗറി ആണ്. ഓഡിറ്ററി സിസ്റ്റം 40 ആണ് പ്രോബിലിറ്റി, മീഡിയം കാറ്റഗറി ആണ്. സൊമാറ്റോ സെൻസറി ആൻഡ് പെയിൻ 30 ആണ് പ്രോബിലിറ്റി, ലോ കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 ഹോർമോൺസ്, റിതംസ് ആൻഡ് മെത്തേഡ്സ്. അതിൽ യൂണിറ്റ് 5 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ബിഹേവിയർ 70 തവണ, 70 ആണ് പ്രോബിലിറ്റി, ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 5 തന്നെ വേറെ ടോപ്പിക് ആണ് HP ആക്സിസ് ആൻഡ് സ്ട്രെസ് റെസ്പോൺസ് 60 ആണ് പ്രോബിലിറ്റി, അതേപോലെ തന്നെ മീഡിയം കാറ്റഗറി ആണ്. ഇനി അതിൽ വേറെ ടോപ്പിക് ആണ് ഹോർമോൺസ് സെക്ഷൽ ബിഹേവിയർ 50 ആണ് പ്രോബിലിറ്റി, മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 4 3 ടോപ്പിക്സ് യൂണിറ്റ് 6 3 ടോപ്പിക്സ് ആണ് സ്ലീപ് സ്റ്റേറ്റ്സ് ആൻഡ് ഫംഗ്ഷൻസ്. അത് 60 ആണ് പ്രോബിലിറ്റി, മീഡിയം കാറ്റഗറി ആണ്. ബയോളജിക്കൽ റിതം ആൻഡ് സർക്കാഡിയൻ 50 പ്രോബിലിറ്റി, മീഡിയം കാറ്റഗറി. മെത്തേഡ്സ് ഇൻ ബയോ സൈക്കോളജി 50 പ്രോബിലിറ്റി, മീഡിയം കാറ്റഗറി. ഓക്കെ, ഇനി നമ്മൾ ഇതിന് കൊടുക്കുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻസ് പോലെ F1 വെച്ചാൽ 10 പേപ്പറിൽ 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഷോർട്ട് ആൻസേഴ്സിന്റെയും മെസ്സേജിന്റെ ഒരു മിക്സ് ആയിട്ട്. പിന്നെ F2 എന്ന് പറയുന്നത് 10 പേപ്പേഴ്സിൽ 7 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഡയഗ്രാംസ് റിക്വയർ ആയിരുന്നു കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 10 പേപ്പേഴ്സിൽ 4 അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ലേണിംഗ് ആൻഡ് മെമ്മറി പെയർ ചെയ്തുള്ള രീതിയിലായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ 10 പേപ്പേഴ്സിൽ 6 അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. കോമൺ ആണ്, കമ്പയർ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 10 ഔട്ട് ഓഫ് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 4 കണ്ടിട്ടുണ്ട്. സിമ്പത്തറ്റിക് വേഴ്സസ് പാരാസിമ്പത്തറ്റിക് ആണ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. F6 ഔട്ട് ഓഫ് 10 7 പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. റിക്കറന്റ് ആയിട്ട് ലോങ് എസ്സേസ്, പിന്നെ അതിന്റെ കൂടെ തന്നെ സബ് ഹെഡിങ്സ് കൊടുത്തിട്ട് എഴുതാം. പിന്നെ F7 വരുന്ന സമയത്ത് 10 6 പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ക്ലാസിക് ആയിട്ട് സ്പ്ലിറ്റ് ബ്രെയിൻ എവിഡൻസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് പ്രോംപ്റ്റ് ചെയ്യുന്നത്. പിന്നെ F8 എന്ന് പറയുമ്പോഴത്തേക്ക് 10 4 പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഈ അമിഗ്ദാലയെ കുറിച്ചൊക്കെ ഒരു മീഡിയം ലെങ്ത് എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹിപ്പോകാമ്പസിനെ കുറിച്ചിട്ടൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. F9 എന്ന് പറയുമ്പോഴത്തേക്ക് 10 പേപ്പേഴ്സിൽ 5 കണ്ടിട്ടുണ്ട്. ഈ പേപ്പറിൽ നമ്മൾ ട്രാക്ട് ലാബലിംഗ് ഫംഗ്ഷൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ടോപ്പിക്കിൽ ബേസ് ചെയ്തിട്ട്. പിന്നെ F10 ഔട്ട് ഓഫ് 10 പേപ്പേഴ്സിൽ 7 കണ്ടിട്ടുണ്ട്. എൻഡോക്രൈൻ ഓവർവ്യൂ ആണ് ഫേവർ ചെയ്യേണ്ടത്. F11 ഔട്ട് ഓഫ് 10 6 പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നു. സ്ട്രെസ് മെക്കാനിസം, ഡയഗ്രാം, സ്കോർ വെൽ ഇങ്ങനത്തെ ആയിരുന്നു. സ്ട്രെസ് മെക്കാനിസം, ഡയഗ്രാംസ് ആയിരുന്നു ഒന്നും കൂടെ നമ്മൾ സ്കോർ ചെയ്യാന്നുള്ളത് കേട്ടോ. F12 10 പേപ്പേഴ്സിൽ 5 കണ്ടിട്ടുണ്ട്. സൈക്കിൾസ് ആൻഡ് ബിഹേവിയറൽ ലിങ്ക്സ് എന്ന് പറയുന്ന ടോപ്പിക്. F13 10 പേപ്പേഴ്സിൽ 6 കണ്ടിട്ടുണ്ട്. സ്റ്റേജ് ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്. F14 10 പേപ്പേഴ്സിൽ 5 കണ്ടിട്ടുണ്ട്. സർക്കാഡിയൻ ഓർ സെയ്ഡ്ബർ ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ. F15 10 പേപ്പേഴ്സിൽ 5 കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും 2 മെത്തേഡ് സ്റ്റൈൽസുകൾ ഏതാണ്? ഓക്കെ, ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് പറയുന്നത്. നമ്മൾ സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെയാ പ്രയോറിറ്റി ആയിട്ട് പഠിക്കേണ്ടത്. ഹൈ വെച്ചാൽ എന്താണ്? എബോ അല്ലെങ്കിൽ ഈക്വൽ 70%. നമ്മൾ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, ന്യൂറോ സ്ട്രക്ചേഴ്സ്, കോർട്ടിക്കൽ ലോബ്സ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സും ബിഹേവിയേഴ്സും. നമ്മൾ ഒരു പേജ് ഡയഗ്രാം വെക്കുക, നമ്പേർഡ് ആയിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുക്കുക, നമ്മളെ തന്നെ ടീച്ച് ബാക്ക് ചെയ്ത് പഠിപ്പിക്കുക. മുന്നേ റിപ്പീറ്റ് ചെയ്ത് 2 പാസ്റ്റ് എസ്സേസ് ഓരോ ടോപ്പിക് വെച്ചിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ബുള്ളറ്റിൻ ഫോർമാറ്റിലൊക്കെ ആക്കിയിട്ട് പഠിക്കാം. മീഡിയം എന്ന് പറയുമ്പോഴത്തേക്ക് 40 to 69% വരെ കണ്ടിട്ടുള്ളത്. CNS വേഴ്സസ് PNS, ANS, ലാറ്ററലൈസേഷൻ, ലിംബിക് സിസ്റ്റം, വിഷ്വൽ പാത്വേ, ഓഡിറ്ററി, സെക്ഷൽ ബിഹേവിയർ, HP ആക്സിസ്, സ്ലീപ് സ്റ്റേജസ്, സർക്കാഡിയൻ മെത്തേഡ്സ്. അതിൽ സ്ട്രാറ്റജി എന്താണ്? ഫ്ലാഷ് കാർഡ് ഡെഫിനീഷൻസും കോൺട്രാസ്റ്റും വെച്ച് പഠിക്കുക. 12 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യാൻ പഠിക്കുക. പ്രൊഡക്ഷൻ വേണം. അതേപോലെ തന്നെ ഹെഡിങ്സ്, ഡയഗ്രാംസ്, മിനി കൺക്ലൂഷൻസ് വെക്കുക. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കുക. എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ അതായത് less than 40%, cranial and spinal nerves, somatosensory and pain, നിക്കേ സബ് ടോപ്പിക്സ്. സ്ട്രാറ്റജി എന്നാൽ ക്വിക്ക് ആയിട്ട് റെഫറൻസ് ചെയ്യുക സീറ്റ് ഓരോ ലൈൻ പെർ ടേമിന്. ആൻഡ് ഒരു ഷോർട്ട് എസ്സെങ്കിലും നിങ്ങൾ
അറ്റൻഡ് ചെയ്യാൻ പഠിക്കുക. എന്താണ് റിവൈസ് വൺസ് ഇൻ ഫൈനൽ 72 hours, അതായത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ സെറ്റ് ചെയ്തൊരു മോക്ക് പ്രെഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. PPCC 102 ബയോസൈക്കോളജി ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025. നമ്മുടെ സമയം വരുന്നത് 2 മണിക്കൂറും മാർക്ക് എന്ന് പറയുന്നത് 50. നമുക്ക് 100 മാർക്കിനാണ് എക്സാം വരിക കേട്ടോ. പക്ഷെ ഇത് നമ്മൾ ഒരു മോക്ക് പ്രെഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ വെച്ചിട്ടുള്ളത്. ഇതിൽ കണ്ടോ നോട്ട്, അറ്റംപ്റ്റ് എനി 5 questions സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 2 questions ഫ്രം ഈച്ച് സെക്ഷൻ. ഇതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഓരോ സെക്ഷനിലും 2 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്കാണ്. എല്ലാ ക്വസ്റ്റ്യനും 300 വേർഡ്സിൽ എഴുതാൻ നീറ്റ് ആയിട്ടുള്ള ലാബൽ ആയിട്ടുള്ള ഡയഗ്രാം വേണം. സെക്ഷൻ 1, ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഫ്രം വെസിക്കൽ ഡോക്കിംഗ് ടു cross synaptic integration. Classify neurotransmitters with one exemplar each and distinguish inotropic from metabotropic actions. Add a lab sketch of a chemical synapse. 10 മാർക്കാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലാബഡ് ക്രോസ് സെക്ഷൻ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ സ്പൈനൽ കോഡ്, സമ്മറൈസ് ദ മേജർ അസെൻഡിംഗ് ആൻഡ് ഡിസെൻഡിംഗ് ട്രാക്ട് ആൻഡ് റിലേ ദം ടു വൺ കോമൺ ക്ലിനിക്കൽ സൈൻ ഓഫ് ട്രാക്ക് ഡാമേജ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ലോബ് ഓഫ് cerebral cortex and their principal functional specialization. Briefly illustrate how focal lesions produce characteristics deficit. Give one example per lobe. നാലാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് 5+1, അതായത് എക്കും ബിക്കും 5 മാർക്ക് വെച്ചിട്ടാണ്. എ എന്ന് പറയുമ്പോൾ കോർ മെത്തേഡ്സ് ഇൻ ബയോ സൈക്കോളജി, ലീഷൻ, ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ, EEG ആൻഡ് FMRI. വാട്ട് ഈച്ച് റിവീൽസ്, എന്താണ് ഓരോന്ന് റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ബി എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, പ്രിൻസിപ്പിൾസ് ആൻഡ് എവിഡൻസ്, സിനാപ്റ്റോജെനസിസ്, അൺമാസ്കിംഗ് ആൻഡ് റീമാപ്പിംഗ്. സെക്ഷൻ 2, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, explain the endocrine regulation of behavior with emphasis on the HPA axis. Describe negative feedback and briefly indicate the role of the thyroid and parathyroid hormones in homeostasis. Sixth question, differentiate declarative and non-declarative memory system and outline their neural circuits. Explain the mechanism and significance of long-term potentiation in memory consolidation. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, trace and label the visual pathway from retina to cortex. Predict the visual field defects resulting from lesion at optic nerve, optic chiasma, optic tract and primary visual cortex. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. എ, മോട്ടോർ കൺട്രോൾ ലോബ്, കോംപ്ലിമെന്ററി റോൾ ഓഫ് ബേസൽ ഗാംഗ്ലിയ ആൻഡ് സെറിബെല്ലം, ടിപ്പിക്കൽ ഡിസ്ഫങ്ഷൻസ്. ബി, സ്ലീപ്പ് ആർക്കിടെക്ചർ ആൻഡ് സർക്കാഡിയം റെഗുലേഷൻ, NREM, REM സ്റ്റേജസ് ആൻഡ് ഹൈപ്പോതലാമിക് പേസ് മേക്കേഴ്സ്. അപ്പോ ഇതാണ് നമ്മുടെ മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തനിയെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പിൽ കയറിയിട്ട് ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പത്തേക്കും നമുക്കൊരു കോൺഫിഡന്റ് ആയി എക്സാം എഴുതണ്ടേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ടു എവ്രിവൺ. പ്രിപ്പയർ വെൽ ഫോർ യുവർ TE എക്സാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.